ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു ഷുഗർ പ്ലംസ്. ഇന്ന് നമ്മൾ നല്ല അടിപൊളി ഈസി റെസിപ്പിയായ ചിക്കൻ മോമോസാണ് ആക്കുന്നത്. നമുക്ക് എങ്ങനെ തിരക്ക് നോക്കാം. അതിന് വേണ്ടിക്ക് നമ്മൾ മൈദ എടുത്തിട്ടുണ്ട്, സോൾട്ട് എടുത്തിട്ടുണ്ട്, അതേപോലെ ഓയിൽ എടുത്തിട്ടുണ്ട്. ഒരു ബൗളിലേക്ക് നമ്മൾ എടുത്ത് വെച്ച 1 കപ്പ് മൈദ ഇടാം. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം, അതേപോലെ കുറച്ച് ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നല്ല കുറച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ചപ്പാത്തി മാവ് കുഴക്കുന്ന പോലെ നല്ല പോലെ കുഴച്ചെടുക്കണം. കുഴച്ച് വെച്ചത് നമ്മളൊരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഈ സമയം കൊണ്ട് നമ്മളൊരു ബൗളിലേക്ക് ഒരു 2 ടൊമാറ്റോ സ്ലൈസ് ചെയ്തതും ഒരു 4-5 റെഡ് ചില്ലീസും ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മളിത് ഓവനിൽ വെക്കണം. ഒരു 5 മിനിറ്റ് ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്തെടുക്കണം. നമ്മൾ ഇത് ഓവനിലേക്ക് മാറ്റാം. ഒരു 5 മിനിറ്റ് വെച്ച് ചെയ്യാൽ മതി. കുറച്ച് ജസ്റ്റ് ഒന്ന് ചൂടായി എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഈ സമയം കൊണ്ട് നമുക്ക് മോമോസിൻ്റെ ചിക്കൻ മസാല എങ്ങനെ ആക്കാൻ നോക്കാം. അതിന് മിക്സഡ് ചിക്കന്, മല്ലിച്ചപ്പ് വേണം, ഒലീവ് ഓയിൽ വേണം, ഒരു ഓണിയൻ സ്ലൈസ് ചെയ്തത്, പെപ്പർ, സോൾട്ട്, അതേപോലെ സോയാ സോസ്. ഇനി ഈ ബൗളിലേക്ക് നമ്മൾ 1 കപ്പ് മിക്സ്ഡ് ചെയ്ത ചിക്കന് ഇടാം. ചിക്കൻ ആഡിന് ശേഷം നമുക്ക് ഒരു ഓണിയനാണിത് ചെറുതായി സ്ലൈസ് ചെയ്തത്, അതേപോലെ കുറച്ച് മല്ലിച്ചപ്പ് ചേർക്കാം. ആവശ്യത്തിന് ഓയിൽ ഒരു 1/2 ടീസ്പൂൺ ഒരു 1 ടീസ്പൂൺ എങ്ങനെയായാലും കുഴപ്പമില്ല. അതേപോലെ ആവശ്യത്തിന് പെപ്പർ ചേർക്കാം, അതേപോലെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം, ആവശ്യത്തിന് ഒരു സ്പൂൺ ഓഫ് സോയാ സോസും കൂടി ചേർക്കാം. ഇത് നല്ലോണം കൈനെ കൊണ്ട് മിക്സ് ചെയ്തെടുക്കുക. ചിക്കൻ എല്ലായിടത്തേക്കും ഈ മസാല സ്പ്രെഡ് ആവണം. ഇതിലേക്ക് ഞാൻ കുറച്ച് ഒറിഗാനോ കൂടി ചേർക്കുന്നുണ്ട്, ഒരു വെറൈറ്റി ആവാൻ വേണ്ടിയിട്ട്. നമുക്ക് ഒറിഗാനോ ഇത് ഭയങ്കര ഇഷ്ടമാണ് ഫ്ലേവർ. നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച് മാവ് റൗണ്ട് ചെയ്തെടുക്കുക. നമ്മൾ ചപ്പാത്തി പരത്തുന്ന പോലെ ചെറുതിനേക്കാളും കുറച്ചൊരു വലുപ്പത്തിൽ നമ്മളിത് പരത്തിയെടുക്കണം. മൈദപ്പൊടി ഇട്ടിട്ട് ജസ്റ്റ് ഇതൊന്ന് പരത്തിയെടുക്കാം. നല്ലോണം തിക്കാവാൻ പാടില്ല, അതേപോലെ നല്ലോണം തിന്നാവാൻ പാടില്ല. ജസ്റ്റ് ഒരു മീഡിയം ഇതിൽ പരത്തിയെടുക്കാം. നമ്മളിവിടെ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതൊരു നെറ്റിൻ്റെ റൗണ്ട് മൂടി കൊണ്ട് നമ്മളിത് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു വലുപ്പത്തിൽ നമുക്ക് മാവ് കിട്ടണം. നമ്മളിവിടെ റൗണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണെന്ന് ഷേപ്പ് ചെയ്തെടുക്കുന്നത് നോക്കാം. നമ്മൾ ഒരു മാവിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച ചിക്കൻ്റെ മസാല ഇട്ടിട്ട് നമ്മൾ ഇതേപോലെ ഓരോ സൈഡിലേക്ക് മടക്കിയെടുക്കുക വേണ്ടത്. അതേപോലെ നമുക്ക് ആക്കി വെച്ച എല്ലാ മാവും ചെയ്തെടുക്കാം. ഇനി ഒരു പർച്ചമ്പിലേക്ക് നമ്മൾ ഓയിൽ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം തയ്യാറാക്കി വെച്ചിട്ടുള്ള മോമോസ് ഓരോന്നായി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലോണം അടുപ്പിച്ച് വെക്കാണ്ടിരിക്കലാണ് നല്ലത്, കാരണം അപ്പുറം ഇപ്പുറം അത് പറ്റി നിൽക്കാൻ പാടില്ല. നെക്സ്റ്റ് സ്റ്റാൻഡ് വെച്ചിട്ട് ബാക്കിയുള്ള മോമോസും കൂടി വെച്ച് കൊടുക്കാം. ഇതിലേക്കും നമ്മൾ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം.
ഇത് നമ്മളൊരു 10 to 15 മിനിറ്റ്സ് വേണ്ടി വരില്ല, ഒരു 10 മിനിറ്റ്സ് നമ്മളിത് സ്റ്റീം ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ആ സമയം കൊണ്ട് നേരത്തെ ബോയിൽ ചെയ്ത ടൊമാറ്റോ ചില്ലി ജ്യൂസ് മീശിലിട്ടിട്ട് നല്ല പേസ്റ്റ് രൂപത്തിലാക്കി മാറ്റാം. ഇനി നമ്മളൊരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കുക. അതിൻ്റെ കൂടെ ഒരു 3-4 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് സ്ലൈസ് ചെയ്തത് ആഡ് ചെയ്തെടുക്കുക. ഞാൻ ഇവിടെ 3 അല്ലി വെളുത്തുള്ളിയാണ് എടുത്തത്. സോ ഇത് നല്ലോണം സോട്ട് ചെയ്യണം. ഒരു ബ്രൗൺ കളർ ആകുന്നവരെ വെയിറ്റ് ചെയ്യാം. ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്ക്. സോ ഇതൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് നേരത്തെ പേസ്റ്റാക്കി വെച്ച് ടൊമാറ്റോ ചില്ലി പേസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഇത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലോണം തിളച്ച് വരുന്നുണ്ട്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ലോ ഫ്ലെയിമിൽ വേണം വെക്കാൻ. ഇത് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് 1 സ്പൂൺ ടൊമാറ്റോ സോസ് അല്ലെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പാലും സാരമില്ല ആഡ് ചെയ്ത് കൊടുക്കാം. അത് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിതിലേക്ക് 1 സ്പൂൺ സോയാ സോസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺസ് ഓഫ് സോൾട്ടും കൂടി ആഡ് ചെയ്തിട്ട് നല്ലോണം മിക്സ് ചെയ്യാം. അപ്പം ഇതൊരു 10 മിനിറ്റ് നമ്മൾ ലോ ഫ്ലെയിമിൽ വെക്കണം, ജസ്റ്റ് ഒന്ന് ആയി വരാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മളെ മോമോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി മോമോസായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് സെർവ് ഡിഷിലേക്ക് മാറ്റാം. അതേപോലെ ഇവിടെ സോസ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് സോസ് ഓഫാക്കാം. നമ്മൾ മോമോസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് സെർവ് ഡിഷിലേക്ക്. അതേപോലെ നമുക്ക് സോസും കൂടി സെർവ് ഡിഷിലേക്ക് മാറ്റിയെടുക്കാം. സോ ഇത് വളരെ ഈസിലി റെസിപ്പിയാണ്, എല്ലാവരും ട്രൈ ചെയ്യണം. അടിപൊളി റെസിപ്പിയാണ്. ഇതെല്ലാവരും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ കമൻസും ഷെയർ ചെയ്യുക. സോ നെക്സ്റ്റ് ടൈം കാണുന്നവരെ അസ്സലാമു അലൈക്കും.